അങ്ങനെ 2025 വേൾഡ് കപ്പ് തുടങ്ങി. ഇന്ത്യ ഇപ്പോൾ സെമി ഫൈനൽസ് വരെ എത്തിയതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു അബദ്ധം, ചൈന ജയിച്ചു. ആ മാച്ച് ഞാൻ മറക്കില്ല. എന്നാൽ ഈ വേൾഡ് കപ്പ് ഞങ്ങൾക്കായി ഉണ്ടാക്കിയതാണ്. അതിനാൽ ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും. അടുത്ത മാച്ച് പാകിസ്ഥാൻ്റെ കൂടെയാണ്. പാകിസ്ഥാൻ ഭയങ്കര ശക്തിയേറിയ ടീമാണ്. അത് മാത്രമല്ലടാ ഛത്രി, ഇപ്പോൾ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ യുദ്ധവും നടക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ മാച്ച് പിടിച്ചെടുത്തേ പറ്റൂ. ആ കളി ജയിക്കാൻ നമുക്ക് കുറച്ച് കഴിവും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറച്ച് സബ്സ്ക്രൈബും കൂടെ വേണം. അതിനാൽ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലേടാ? അതേടാ, ഈ മാച്ച് നമ്മൾ തോറ്റാൽ പിന്നെ നമ്മുടെ ഇന്ത്യക്ക് ഭയങ്കര നാണക്കേടായിരിക്കും. കാരണം പാകിസ്ഥാനെതിരെയല്ലേ ഈ മാച്ച്. അതൊക്കെ ശരിയടാ. നമ്മുടെ ടീമിലെ ബാക്കിയുള്ളവരൊക്കെ എന്തേ? അത് നീ അറിഞ്ഞില്ലേ? അവരൊക്കെ ട്രെയിനിങ്ങിന് പോയേക്കുവാടാ. എന്നാൽ ഞാനും പോട്ടേടാ. ഞാനും വരാടാ നിന്റെ കൂടെ. എനിക്കും കുറെ പ്രാക്ടീസ് ചെയ്യണം. ചൈനയോട് ഇന്ത്യ തോറ്റ്, അപ്പോൾ അടുത്ത ഞങ്ങളുടെ കൂടെയാ. പ്രതികാരം വീട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇത്. അതുകൊണ്ട് ഞാൻ പ്രതികാരം എന്തായാലും വീട്ടും. നമ്മൾ അവരെ തോപ്പിക്കും. എന്തായാലും നമ്മൾ അവരെ തോപ്പിക്കും. അതിൽ ഉറപ്പാ. കാരണം ഞാൻ അത്രയ്ക്കും ട്രെയിനിങ് എടുത്ത് കുഴഞ്ഞിരിക്കുവാടാ. അയ്യോ, ഇപ്പോൾ വേൾഡ് വാറും കൂടെ നടക്കുവാടാ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ മാച്ച് ജയിക്കണം. ഞാനാടാ പിന്നെ ഈ ടീമിലെ ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ജയിക്കാം. അവരോട് എന്തായാലും ഒരു പ്രതികാരവും നമുക്ക് വീട്ടാം. അത് ശരിയാടാ. മറ്റന്നാളാ മത്സരം. നമുക്ക് എന്തായാലും ജയിക്കണം. നമ്മൾ ജയിച്ചെന്ന് തന്നെ വിചാരിച്ചോടാ. ഇന്ത്യയെ കൊണ്ടല്ല, ഒരു രാജ്യത്തിനെ കൊണ്ട് തന്നെ നമ്മളെ പൊട്ടിക്കാൻ കഴിയില്ല. നമ്മൾ അത്രയ്ക്കും പവർഫുൾ ആടാ. നമുക്ക് ഇന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. അത് പോയി കാണാം, രസിക്കാം. ഹലോ, ഇന്ന് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ വലിയൊരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. മാച്ച് തുടങ്ങി. റോണി പന്തുമായിട്ട് ഓടുകയാണ്. അത് ന്യൂച്ചലിന് പാസ് കൊടുത്തു. ന്യൂച്ചൽ വെയിന്റിന് പാസ് കൊടുത്തു. റെയിൻബോ കാഴ്ചവെച്ച് ന്യൂച്ച് കയറുകയാണ്. ന്യൂച്ചിന്റെ വക ഒരു വലിയ പാസ്. സുനിൽ അതടിച്ച് കളഞ്ഞു. സുനിൽ ഛത്രിയാണ് ഇന്ത്യന്റെ ക്യാപ്റ്റൻ. അപ്പൊ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോളിയുടെ കയ്യിൽ നിന്ന് ഇപ്പം ബോൾ പോയതിന് ഈടിന് കൈ കിട്ടി. ബോൾ വീണ്ടും പോയി. കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടേറിയ കളിയാണ്, വാശിയേറിയ കളി. പാകിസ്ഥാൻ കയറുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഈ മാച്ച് ആര് ജയിക്കുന്നു അവർക്കൊരു വലിയ പിന്തുണയായിരിക്കും. കാരണം അവർക്ക് വലിയൊരു പുകഴ്ചയും എല്ലാം കിട്ടും. തോക്കുന്നവർക്ക് താഴ്ചയും കിട്ടും. പാകിസ്ഥാൻ 2 ഗോൾ അടുപ്പിച്ചടിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഒന്നും പോസ്റ്റായി പോയി. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ഗോള് കിട്ടിയേനെ. ഗോളി ഒരു പാസ് കൊടുക്കാൻ പോവുകയാണ്. അത് ഒരു ലോങ് പാസ്. ബോൾ അന്തരീക്ഷത്തിൽ പറക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ കയ്യിൽ തന്നെ കിട്ടുന്നു. ബോൾ പാസ് കൊടുക്കുമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ തട്ടിപ്പറിക്കുമോ? ബോൾ നല്ലൊരു പാസ് തന്നെ കൊടുത്തിരിക്കുന്നു. കയറുകയാണ്. ഒരു നല്ലൊരു റെയിൻബോനെ കാഴ്ച വെച്ചിരിക്കുന്നു. സുനിൽ ഛത്രി ആങ്കർ സുനിൽ ഗോളാവുമോ? സുനിൽ ഛത്രി ഒരു അപാര ഗോൾ. സുനിൽ ഛത്രി നല്ലൊരു ഗോൾ തന്നെ അടിച്ചിരിക്കുന്നു. അങ്ങനെ കളി തുടങ്ങി. ഇപ്പോഴും 1-1 തന്നെയാണ് കളി. ഹാഫ് ടൈം ആയിരിക്കുന്നു. 1-1. പാകിസ്ഥാൻ ഒരു ഗോൾ അടിച്ചു. റെയിൽസാണ് അടിച്ചത്. അപ്പൊ നമുക്ക് ഹാഫ് ടൈമിന് ശേഷം വീണ്ടും കാണാം. അങ്ങനെ അടുത്ത മാച്ച് തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ ബോൾ പാസ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഓടിച്ചു വിടാം.
അങ്ങനെ ഇപ്പം കളി 3-2 പാകിസ്ഥാൻ ബോളുമായിട്ട് പാകിസ്ഥാന്റെ ഭാഗം ഒരു അപാര ഗോൾ. അത് നല്ലൊരു പാസിങ് തന്നെയായിരുന്നു. അപ്പം 3-3. ഇനി കളി തുടങ്ങാൻ വെറും 5 മിനിറ്റും കൂടെ ഉള്ളൂ. ഇന്ത്യ ഒരു ഗോളും കൂടെ അടിക്കണം. അടിക്കുമോ? കാത്തിരുന്നു കാണുക. ഇന്ത്യ ഒരു റെയിൻബോ കാണിച്ച് മുമ്പിൽ കയറുകയാണ്. ഇന്ത്യയുടെ വക സുനിലിന്റെ വക ഒരു അപാര ഗോൾ തന്നെയായിരുന്നു. 4-3. ഇപ്പൊ ഇന്ത്യ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇനി ഒരു സെക്കൻഡും കൂടെ ഉള്ളൂ. പാകിസ്ഥാൻ കളി അവസാനിച്ചു. ഈ കഥ നിങ്ങളോട് പറയുന്നത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് വിത്ത് ഇറ്റ്സ് കവർ.